ഹായ് എവരിവൺ, all of you, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ നേവിയിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. ഓഫീസർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. 270 വാക്കൻസികൾ വന്നിട്ടുണ്ട്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ്, ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ നേവിയിൽ SSC ഓഫീസർ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. പ്രതിരോധ വകുപ്പിന് കീഴിൽ ഇന്ത്യൻ നേവിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ഇന്ത്യൻ നേവി ഇപ്പോൾ SSC ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ നേവിയിൽ SSC ഓഫീസർ തസ്തികയിൽ മൊത്തം 270 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2025 ഫെബ്രുവരി 8 മുതൽ 2025 ഫെബ്രുവരി 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. താൽപ്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. ഫെബ്രുവരി 25 മുമ്പേ ആയിട്ട്. ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യൻ നേവി. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് SSC ഓഫീസർ. ഒഴിവുകളുടെ എണ്ണം 270. ജോലി സ്ഥലം ആൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം 1,10,000 പെർ മന്ത്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2025 ഫെബ്രുവരി 8. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 25 ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് വാക്കൻസി ഡീറ്റെയിൽസ് ആണ്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഹൈഡ്രോ 60 വാക്കൻസിയാണ്. പൈലറ്റ് 26 വാക്കൻസി. നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ 22 വാക്കൻസി. എയർ ട്രാഫിക് കൺട്രോളർ 18 വാക്കൻസി. ലോജിസ്റ്റിക് 28. വിദ്യാഭ്യാസ ശാഖ 15. എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് 38. ഇലക്ട്രിക്കൽ ബ്രാഞ്ച് 45. നാവിക കൺസ്ട്രക്ടർ 18 വാക്കൻസി. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പ്രായപരിധി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഹൈഡ്രോ 2001 ജനുവരി 2 മുതൽ 2006 ജൂലൈ 1 വരെയാണ്. പൈലറ്റ് 2002 ജനുവരി 2 മുതൽ 2007 ജനുവരി 1 വരെ. നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ 2002 ജനുവരി 2 മുതൽ 2007 ജനുവരി 1 വരെ. എയർ ട്രാഫിക് കൺട്രോളർ 2001 ജനുവരി 2 മുതൽ 2005 ജനുവരി 1 വരെ. ലോജിസ്റ്റിക് 2001 ജനുവരി 2 മുതൽ 2006 ജൂലൈ 1 വരെ. വിദ്യാഭ്യാസ ശാഖ 2001 ജനുവരി 2 മുതൽ 2005 ജനുവരി 1 വരെ. എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് 2001 ജനുവരി 2 മുതൽ 2006 ജൂലൈ 1 വരെ. ഇലക്ട്രിക്കൽ ബ്രാഞ്ച് 2001 ജനുവരി 2 മുതൽ 2006 ജൂലൈ 1 വരെ. നേവൽ കൺസ്ട്രക്ടർ 2001 ജനുവരി 2 മുതൽ 2006 ജൂലൈ 1 വരെ. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. വിദ്യാഭ്യാസ യോഗ്യത എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഹൈഡ്രോ കുറഞ്ഞത് 60% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ BE BTech. നെക്സ്റ്റ് പൈലറ്റ് ഏതെങ്കിലും വിഷയത്തിൽ കുറഞ്ഞത് 60% മാർക്കോടെ BE BTech. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മൊത്തം 60% മാർക്കും 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഇംഗ്ലീഷിന് കുറഞ്ഞത് 60% മാർക്കും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ ഏതെങ്കിലും വിഷയത്തിൽ കുറഞ്ഞത് 60% മാർക്കോടെ BE BTech. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മൊത്തം 60% മാർക്കും 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഇംഗ്ലീഷിലോ കുറഞ്ഞത് 60% മാർക്കും ഉണ്ടായിരിക്കണം. 4 എയർ ട്രാഫിക് കൺട്രോളർ ATC ഏതെങ്കിലും വിഷയത്തിൽ കുറഞ്ഞത് 60% മാർക്കോടെ BE BTech. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മൊത്തം 60% മാർക്കും 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഇംഗ്ലീഷിന് കുറഞ്ഞത് 60% മാർക്കും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ലോജിസ്റ്റിക് ഏതെങ്കിലും വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ BE BTech അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെ MBA അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെ BSc BCom BSc IT ബിരുദവും ഫിനാൻസ് ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ PG ഡിപ്ലോമയും അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെ MSc IT. നെക്സ്റ്റ് വിദ്യാഭ്യാസ ശാഖ BScയിൽ ഫിസിക്സിനൊപ്പം
MSc കണക്ക് ഓപ്പറേഷണൽ റിസർച്ച് 60% മാർക്ക്. BScയിൽ ഗണിതത്തോടൊപ്പം MSc ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സിൽ 60% മാർക്ക്. BScയിൽ ഫിസിക്സിനൊപ്പം MSc കെമിസ്ട്രിയിൽ 60% മാർക്ക്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കുറഞ്ഞത് 60% മാർക്കോടെ BE BTech. കുറഞ്ഞത് 60% മാർക്കോടെ BE BTech ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ. നെക്സ്റ്റ്, എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്. താഴെ പറയുന്ന വിഷയങ്ങളിൽ കുറഞ്ഞത് 60% മാർക്കോടെ BE BTech. മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ കൺട്രോൾ. എഞ്ചിനീയറിംഗ് മറൈൻ. എഞ്ചിനീയറിംഗ് എയ്റോസ്പേസ്. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ. എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽസ്. എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ. എഞ്ചിനീയറിംഗ് മെറ്റലർജി. എഞ്ചിനീയറിംഗ് എയ്റോനോട്ടിക്കൽ മെക്കാട്രോണിക്സ്. എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ. എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ. നെക്സ്റ്റ്, ഇലക്ട്രിക്കൽ ബ്രാഞ്ച്. താഴെ പറയുന്ന വിഷയങ്ങളിൽ കുറഞ്ഞത് 60% മാർക്കോടെ BE BTech. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ. പവർ എഞ്ചിനീയറിംഗ്. ടെലികമ്മ്യൂണിക്കേഷൻ. പവർ ഇലക്ട്രോണിക്സ്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നേവൽ കൺസ്ട്രക്ടർ. താഴെ പറയുന്ന വിഷയങ്ങളിൽ കുറഞ്ഞത് 60% മാർക്കോടെ BE BTech. മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ. ഓഷ്യൻ. എഞ്ചിനീയറിംഗ് സിവിൽ. എഞ്ചിനീയറിംഗ് മറൈൻ. എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ. എഞ്ചിനീയറിംഗ് ഷിപ്പ് ടെക്നോളജി. എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. ബിൽഡിംഗ്. മെറ്റലർജി. ഷിപ്പ് ഡിസൈൻ. നേവൽ ആർക്കിടെക്ചർ. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. റിസർവ് ചെയ്യാത്ത UR ആൻഡ് OBC, SC, ST, EWS, PEN, PWBD കാറ്റഗറിയിൽപ്പെട്ടവർക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയെന്നാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് താല്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.